ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ കാര്യം ഓർത്തുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നയനയാണല്ലോ അവരുടെ നന്മമരം. അപ്പോൾ ആ മരുമകൾക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അവർ ഭയങ്കര വിഷമത്തിലാണ്. അതിന്റെ കൂടെ തന്നെ സങ്കടം സഹിക്കാനാവാതെ ദേവയാനി മുത്തശ്ശനോട് ചൂടാവുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണവുമായി വണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന അനന്തപുരിയിലെ മരുമകളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പത്രത്തിലും വാർത്ത വന്നു. അതോടുകൂടി എല്ലാവരും ഈ വാർത്ത അറിയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും മാറി മാറി ഫോണിൽ വിളിക്കുമ്പോൾ പോലും മുത്തശ്ശൻ ആ കോൾസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു നാണക്കേടായിപ്പോയി. അതുപോലെ തന്നെ മുത്തശ്ശൻ വേണ്ട രീതിക്ക് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എല്ലാവരും അതിന് മുത്തശ്ശനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊരു ലോട്ടറി അടിച്ച് സന്തോഷത്തിൽ ആഘോഷിക്കുന്നവരും അനന്തപുരിയിലുണ്ട്. ജലജ, അബി, അവന്തിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ദേവ്യാനി എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഈ സമയത്തെങ്കിലും എല്ലാ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് എൻ്റെ മരുമോളെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണമായിരുന്നു. എൻ്റെ മരുമോൾ ഇപ്പോൾ ഒരു അമ്മയാകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ എൻ്റെ മോള് ലോക്കപ്പിലാണ് കിടന്നത്. എന്നിട്ട് ഇപ്പം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കോടതി ജാമ്യം നിക്ഷേപിച്ച എൻ്റെ മോള് ജയിലിലേക്ക് പോകേണ്ടി വരില്ലേ? പിന്നെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് തട്ടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി, ഇദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നയനമോക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് നവീനല്ലേ? ഇതിലും വലിയ കുഴപ്പം പിടിച്ച കേസായിരുന്നില്ലേ അനിയുടേത്? എന്നിട്ടും അനിയുടെ കേസിൽ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി തന്നെയല്ലേ വന്നത്. അതുപോലെ ഇവിടെ നയനമോളെ നിരപരാധിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നയനമോളെ എങ്ങനെയെങ്കിലും നവീൻ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ദേവയാനിയെ. അങ്ങനെ മുത്തശ്ശൻ നവ്യയെ വിളിച്ചിട്ട് നവ്യയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. നവ്യയുടെ എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ തുറന്നു പറയുന്നുണ്ടെങ്കിലും നവ്യ അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ, നീ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. നീ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ആ ജ്വല്ലർക്കാർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പിന്നിലും ആ ജ്വല്ലർക്കാർ തന്നെയാ. അവർ തന്നെയാ നയനമോളെ ഇങ്ങനൊരു കള്ളക്കേസിൽ കുടുക്കിയത്. നയനക്ക് സ്റ്റേഷൻ ജാമ്യം പോലും അനുവദിച്ചു കൊടുക്കാത്തത് ആ CA ജ്വല്ലർക്കാർ സ്വാധീനിച്ചത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഇച്ചിരി വിശ്വാസ്യതയോടെ കാണണം. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അവസാനം നീ ഒരുപാട് വിഷമിക്കേണ്ടി വരുമെന്ന് പറയാട്ടോ. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അവസാനം നിനക്കുണ്ടാകാൻ പോകുന്ന പ്രഹരം അത് നിനക്ക് താങ്ങാനാവുന്നതിലപ്പുറമായിരിക്കും. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു തിരിച്ചടിയായിരിക്കും നിനക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഇച്ചിരി മുഖവിലേക്ക് എടുക്കണം എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, അവരുടെ കാര്യത്തിൽ മുത്തശ്ശൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അല്ല, രണ്ടുപേരെയും മുത്തശ്ശൻ ഇവിടുന്ന് അടിച്ചിറക്കിയതല്ലേ? അവരുമായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. നയനയുടെ 3-ാം മാസത്തെ ചടങ്ങിന് പോലും മുത്തശ്ശൻ പോയില്ലല്ലോ. പിന്നെ എന്തിനാ അവരുടെ കാര്യം ഓർത്ത് മുത്തശ്ശൻ ഇങ്ങനെ ടെൻഷനാകുന്നേ? അതിന്റെ എന്താവശ്യമുള്ളത്? കൊച്ചുമോനോടും കൊച്ചുമോന്റെ ഭാര്യയോടും ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടല്ലേ? അതുകൊണ്ടാണോ നയന ഇനി ജയിലിലേക്ക് പോകുമെന്നോർത്ത് ഭയപ്പെടുന്നത്? അതോ ഈ കുടുംബത്തിന് അവർ കാരണം ഉണ്ടാകുന്ന നാണക്കേട് ഓർത്തിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശനോട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ ഈ വീട്ടിൽ തുടരുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നയനമോളുടെ കാര്യം അങ്ങനെയല്ല. നയനമോളോട് ഞാൻ ഇവിടുന്ന് എങ്ങും പോകാൻ പറഞ്ഞിട്ടില്ല. നയനയുടെ ഇഷ്ടപ്രകാരമാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയത്. അതിനെ എനിക്ക് വിലക്കാനാവില്ലല്ലോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. പിന്നെ നയന ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്ന കുട്ടിയല്ലേ. ആ കുട്ടിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ചെറിയ വിഷമമുണ്ടെന്ന് പറയാട്ടോ. അതേപോലെ അവൾ നിന്റെ സ്വന്തം അനിയത്തിയാണ്. ആ ഒരു പരിഗണന നീ അവിടെ കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അതൊക്കെ കാണിക്കുന്നേ? എന്നെ ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ അവളുടെ കൂടപ്പുറപ്പായിട്ട് പോലും അവൾ എന്നെ കാണുന്നില്ലല്ലോ. എന്നെ എൻ്റെ ഭർത്താവിനെയും ഏതൊക്കെ രീതിയിൽ താഴ്ത്തി കെട്ടാൻ പറ്റുമോ അതുപോലെ എല്ലാവരും ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ അവളോട് ഇച്ചിരി പരിഗണന കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ ദേഷ്യപ്പെട്ട്. അപ്പം മുത്തശ്ശൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോളോട് എനിക്ക് വിരോധമൊന്നുമില്ല. ആ കുട്ടി ഒരു അമ്മയാകാൻ പോകുന്ന സമയത്ത് ഇതുപോലെ സ്റ്റേഷനിലും അതുപോലെ ജയിലിലും ഒക്കെ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയല്ലേ. അതൊന്നും കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ആവില്ല. അതുകൊണ്ടാ ഇപ്പോഴെങ്കിലും നിന്നെ ഈ സത്യങ്ങളൊക്കെ അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു പോകുന്നു, നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇല്ല, എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. എല്ലാവരും എന്നെ എൻ്റെ അഭിയും ഇവിടുന്ന് പുറത്താക്കാനുള്ള മാർഗമല്ലേ നോക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല എന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ, നീ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. നിനക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിന്റെ അമ്മ അന്ന് നിന്നോട് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ സത്യം തന്നെയാണ്. കനക എന്തിനാ നിന്നോട് വന്ന് കള്ളം പറയുന്നത്? ഇതുപോലൊരു കാര്യം കനക നിന്നോട് വന്ന് പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. നീ അതും വിശ്വസിക്കാൻ കൂട്ടായില്ല. ഇക്കാര്യത്തിൽ കള്ളത്തരം പറഞ്ഞിട്ട് കനയ്ക്ക് എന്ത് കിട്ടാനാ? ആദ്യമൊക്കെ കാശിനോട് ഇച്ചിരി ആർത്തി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കനകയും ഗോവിന്ദനൊക്കെ നിങ്ങൾ 3 മക്കളും നല്ല രീതിക്ക് ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിന്റെ ജീവിതം ഓർത്ത് ആ പാവങ്ങൾ ഇപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഉടനെ നവ്യ പറയുന്നുണ്ട്, പിന്നെ അമ്മയോ? മുത്തശ്ശൻ അവരുടെ സ്വഭാവം ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. വേണ്ട മുത്തശ്ശ, എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല.
എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അവരെൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണോന്ന്. അതുപോലെ അവരെന്നെ ഓരോ പ്രാവശ്യവും ടോർച്ചർ ചെയ്യുന്നത്. മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അയാൾ കാണിച്ച ക്രൂരതകൾക്കൊക്കെ കാലം തന്നെ തിരിച്ചടി കൊടുത്ത് കണ്ടില്ലേ? അയാളിപ്പോൾ ഈ വീട് വിട്ട് തന്നെ പോകേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? അതൊക്കെ സത്യം തന്നെയല്ലേ മുത്തശ്ശ? അതെല്ലാവരും കണ്ടോണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നീ ഒന്ന് അടങ്ങ്. നീ അബിയെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നൊന്നും നീ വിശ്വസിക്കാത്തത്. എന്നാൽ നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം. എൻ്റെ കയ്യിൽ അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അതൊക്കെ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ മുത്തശ്ശൻ നവ്യേനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ മേടിച്ച് നോക്കുമ്പോഴേക്കും അബിയുടെ കുഞ്ഞു തന്നെയാണ് ചന്തുമോള്. അപ്പോൾ ആ റിസൾട്ടിൽ പോസിറ്റീവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നവ്യക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു റിസൾട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ആദർശേട്ടനും അതുപോലെ നയനയൊക്കെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്തത്? അങ്ങനെ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തേണ്ട ആവശ്യമൊന്നും അവർക്കില്ലായിരുന്നല്ലോ. ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് നയന എന്തിനതിനെ സമ്മതിച്ചു കൊടുക്കണമായിരുന്നു? അബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അതൊക്കെ പുറത്ത് പറയാതിരുന്ന എന്താന്നൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ. ഇപ്പോഴും എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിസൾട്ട് സത്യസന്ധമാണെന്നുള്ളത് ഞാൻ എങ്ങനെ അറിയുന്നത്? ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അത് മുത്തശ്ശനെ പോലെ ഒരാൾ വിചാരിച്ചാൽ ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നും ഞാൻ എൻ്റെ അബിയെ സംശയിക്കില്ല. എനിക്കറിയാം, ഇപ്പം ഞാനും അബിയും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതിൻ്റെ കുശുമ്പ എല്ലാവർക്കും, അത് ഈ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ എല്ലാവരും ഞങ്ങൾ ഈ വീട്ടിനെ പുറത്താക്കാൻ നോക്കുന്നത്. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് വരുത്തി തീർത്ത് എന്നെ അബിയും തമ്മിൽ തെറ്റിക്കാനല്ലേ എല്ലാവരും നോക്കുന്നത്. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇക്കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്ത് ആരും ന്യായീകരിച്ചുകൊണ്ട് വരണ്ടെന്ന് തന്നെ പറയുക കേട്ടോ. അപ്പം മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നീ ചോദിച്ചല്ലോ ഈ സത്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിന്നോട് പറയാഞ്ഞെന്ന്. അതിനൊക്കെ ഒരു വ്യക്തമായ കാരണമുണ്ട്. നീ പ്രസവിച്ച് നിന്റെ കുഞ്ഞിനെയും കൂട്ടി നീ ഈ വീട്ടിലേക്ക് വന്നു കയറി അന്നാണ് ഈ DNA ടെസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. നിന്റെ ഭർത്താവായ അബി എല്ലാ കുറ്റവും ആദർശന്റെ തലയിൽ കെട്ടിവെച്ച് അവൻ ഇവിടെ പുണ്യാളനാകാനാണ് നോക്കിയത്. അവനിവിടുന്ന് രക്ഷപ്പെടാനാണ് നോക്കിയത്. എന്നാൽ അവർ ചിന്തിച്ചത് നേരെ തിരിച്ചാണ്. ആദർശൻ നയനയും കൂടെ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. നിന്നെ ഈ സത്യങ്ങളൊന്നും അറിയിക്കേണ്ടെന്നും ചന്തുമോളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ തന്നെ ഏറ്റെടുത്തോളാമെന്നും. ഇനി അങ്ങോട്ടേക്കുള്ള കാലം ചന്തുമോള് അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് അവർ തന്നെ ഏറ്റെടുത്ത് വളർത്തിക്കോളാന്നൊക്കെ അവരന്ന് തീരുമാനിച്ചതാണ്. അവരെന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നറിയാവോ? നിന്റെ ജീവിതം തകരാതിരിക്കാൻ. നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ഭാവി ഓർത്തിട്ടാ നയനമോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ അബിയെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയാനെ. അതുപോലെ അനക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണവും ഈ അബി തന്നെയാണ്. അബി ആ കുട്ടിയെ എത്ര തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? എന്നിട്ട് അവൻ അതെല്ലാം തന്ത്രപരമായി ആദർശന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കിയത്. നിന്റെ ജീവിതം തകരണ്ടല്ലോ എന്നോർത്തിട്ട് മാത്രം മോളെ അവനെ ഈ വീട്ടിൽ ഞങ്ങൾ നിർത്തിയേക്കുന്ന തന്നെ. അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ അവനെ പുറത്താക്കിയെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശമോൻ ഈ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തത്. നീ ശ്രദ്ധിച്ചിട്ടില്ലേ നവ്യെ? പലപ്പോഴും നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയൊക്കെ ഇവിടെ ഉള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്ക് അറിയില്ലേ? നിന്നെ ഈ സത്യങ്ങൾ അറിയിക്കുന്നുള്ള ഭയം കൊണ്ടാണ് അവരതൊക്കെ അനുസരിച്ച് പോകുന്നത്. നിന്നെ ഈ വിവരങ്ങൾ അറിയിച്ചാൽ നീ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. നീ എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്നോ അല്ലെങ്കിൽ അബിയെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ എല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആരും നിന്നോട് ഈ സത്യങ്ങൾ പറയാതിരുന്നത്. അവസാനം അവൻ സോപ്പിട്ട് നിന്നെയും അവന്റെ വശത്താക്കി. ആരെന്ത് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കരുതെന്നും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർക്കാനാണ് ഞങ്ങൾ നോക്കുന്നതെന്നൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് മോളിപ്പം ഞങ്ങൾ പറയുന്ന സത്യങ്ങളൊന്നും വിശ്വസിക്കാത്തതും. തന്നെയുമല്ല അവന്റെ ഓരോ പ്രവർത്തികളും കണ്ടിട്ട് അതൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കനക പോലും മോളോട് സത്യം പറയാനായിട്ട് തുനിഞ്ഞത്. ആബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിയുമ്പോഴേക്കും മോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് മാത്രമാണ് അപ്പോഴേക്കും കനക ഇതൊന്നും പറയാതെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആബി ജ്വല്ലറിയിലും മറ്റും ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഒരുപാടുണ്ട് മോളെ. നിന്നോട് ഈ കാണിക്കുന്ന സ്നേഹം പോലും ആത്മാർത്ഥതയോടെയല്ല. അവന്റെ ജീവൻ ആപത്തൊന്നും വരാതെ അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് അവൻ നിന്നെ ഇപ്പം മുൻനിർത്തി കളിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെയാ നീ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവ്യ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നത് നീ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെന്നുള്ളത് എനിക്കറിയാം. ഈ DNA ടെസ്റ്റ് ഫേക്ക് ആണോന്ന് ഇപ്പം നിന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാകും. നീ വേണമെങ്കിൽ അബി അറിയാതെ നിനക്ക് വിശ്വാസ്യമായ ഒരു സ്ഥലത്ത് DNA ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് മനസ്സിലാകും. അതുപോലെ നിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ അവൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഏറ്റവും വിശ്വാസം AM ജ്വല്ലറിലെ ഡേവിഡ് സാറിനെയാണ്. കാരണം ഡേവിഡ് സാറാണ് ഞങ്ങളെ എല്ലാ തരത്തിലും സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് ഞാൻ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡേവിഡ് സാറിൻ്റെ സഹായം ചോദിച്ചിരുന്നു. അപ്പോൾ ഡേവിഡ് സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചന്തുമോളുടെയും അതുപോലെ അബിയുടെയും
സാമ്പിൾസ് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോഴേക്കും ആദർശേട്ടൻ തന്നെയാണ് ചന്തമുള്ള അച്ഛനെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ വരാനും സാധ്യതയുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ അഭി മാത്രമല്ല ആ ഡേവിഡ് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കാട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഒരിക്കലും ഇല്ല. ഡേവിഡ് സാർ അങ്ങനെ ഒരു മനുഷ്യനല്ല. അദ്ദേഹം വളരെ നല്ലവനാണ്. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എൻ്റെ കാര്യത്തിലും ഇത്രയും ഇൻവോൾവ് ആയത്. അബിയുടെയും എൻ്റെയും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. ഈ ഒരു DNA ടെസ്റ്റ് നടത്തിയത് അബിയുടെ അറിവോടെയല്ല. ഇങ്ങനെ ഒരു DNA ടെസ്റ്റ് നടത്തി എന്നുള്ളത് അബി പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നവ്യ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, കൊള്ളാം, എല്ലാവരും കൂടെ നിന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ, എല്ലാവരും ചേർന്ന് നിന്നെ ചതിക്കുകയായിരുന്നു അല്ലേ. എന്നാൽ ഇക്കാര്യത്തിൽ അബിയുടെ ഇടപെടൽ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. നിനക്ക് അറിയാവോന്ന് എനിക്കറിയില്ല. AM ജ്വല്ലറിലേക്ക് ഇതുപോലുള്ള പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? നിന്നെ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചത് ആരാ? നീയും അവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയത് ആരാ? എല്ലാം അബി തന്നെയല്ലേ. അബിയാണ് ഇവിടെ എല്ലാ കളികളും കളിക്കുന്നത്. അബിക്ക് നേരത്തെ അവരെ പരിചയം ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഡേവിഡ് എന്നിട്ട് നിന്നെ റിസൾട്ട് കാണിച്ചായിരുന്നോ മോളെ, അതോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല, ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്നെ കാണിച്ചിട്ടൊന്നുമില്ല, എന്നോട് കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതൊന്ന് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അദ്ദേഹത്തിന് എന്നോട് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാ മോളെ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് AM ജ്വല്ലറിക്കാർക്കോ അല്ലെങ്കിൽ ഈ AM ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നവർക്കോ എന്ത് കിട്ടാനാ? നിന്റെ മുമ്പിൽ അബിയെ നല്ലവനാക്കി ചിത്രീകരിച്ച് അവനെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് എന്താണ് കിട്ടേണ്ടത്? ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ AM ജ്വല്ലറിക്കാരാണ് നമ്മുടെ ശത്രുക്കളെന്ന്. മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം. അനന്തപുരി തറവാട്ടിലുള്ളവരെ തമ്മിലടിപ്പിച്ച് അവരെ പിരിച്ചു കളയാനും കൂടി വേണ്ടിയിട്ടാണ് അവരെ ശ്രമിക്കുന്നത്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശ. അനന്തപുരി തറവാട്ടിലുള്ളവരെ എന്തിനാ അവർ തമ്മിൽ തല്ലിക്കുന്നേ? അതിൻ്റെ ആവശ്യം അവർക്കുണ്ടോ? ഇതൊക്കെ ബിസിനസിന്റെ കാര്യങ്ങളല്ലേ. അപ്പം രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കമല്ലേ. അതിൽ കുടുംബത്തിലുള്ളവരെ എന്തിനാ ഇതിലോട്ട് വലിച്ചഴിക്കേണ്ട ആവശ്യം? അതിന് കുടുംബത്തിലുള്ളവരെ വലിച്ചഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ തന്നെ നവ്യ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേ മോളെ, നിന്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ഞങ്ങൾക്കും കിട്ടേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളെല്ലാം നടത്തുന്നതും. ആദർശം അതിന്റെ പിന്നാലെ തന്നെയാ. നമ്മളോട് എന്തോ വൈരാഗ്യമുള്ളവർ തന്നെയാ ഈ AM ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത്. ശരിക്കും ഈ ഡേവിഡ് AM ജ്വല്ലറിയുടെ താൽക്കാലിക MD മാത്രമാണ്. അയാളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് പിന്നാൻ പുറത്ത് നിന്ന് കളിക്കുന്നത് വേറൊരാളാണ്. ഈ ഡേവിഡിന് ഒരിക്കലും നമ്മുടെ കുടുംബവുമായിട്ട് ഒരു വൈരാഗ്യമില്ല. അയാളെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അയാളെ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടുമില്ല. 19 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതല്ലേ, എനിക്കറിഞ്ഞൂടെ? ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ വേറെന്തോ ഉദ്ദേശമുണ്ട്. ഈ കുടുംബം തന്നെ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിരയായത് എൻ്റെ കൊച്ചുമോനും അവൻ്റെ ഭാര്യയുമാണ്. അവരാണ് ഈ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് സങ്കടത്തോടെ തന്നെ പറയുകയാണ് മുത്തശ്ശൻ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ സ്വർണ്ണ ബിസിനസ് തുടങ്ങിയ പിന്നെ ഇന്ന് വരെ ഒരു കള്ളക്കടത്ത് സ്വർണവും നമ്മുടെ ഒരു ജ്വല്ലറിയിലും വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഇന്ന് വരെ നമ്മുടെ ജ്വല്ലറി വഴി നടന്നിട്ടില്ല. പക്ഷേ ഇപ്പം കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിലാണ് നയനമോളെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ആദർശനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത്. എന്നാൽ തക്ക സമയത്ത് വേറെന്തോ ആവശ്യത്തിന് ആദർശ ആ കാറിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. നയനമോളെ പോലീസ് പിടികൂടുകയും ചെയ്തു. നയനെങ്കിൽ നയനമോളെ സ്നേഹിക്കുന്നവർ ഈ കുടുംബത്തിലുണ്ടെന്നുള്ളത് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നയനമോളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു വിഷമമാവെന്ന് കരുതിയിട്ടായിരിക്കും അവരൊക്കെ ഇപ്പം സന്തോഷിക്കുന്നതെന്നൊക്കെ പറയുകയാണ് നവ്യയോട്. അപ്പോൾ നവ്യക്കാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നത് മുഴുവനായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ. പകുതി കാര്യങ്ങൾ പുച്ഛത്തോടെയും പകുതി കാര്യങ്ങൾ വേണ്ട രീതിക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ. അവരൊക്കെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് നിന്റെ കുഞ്ഞിനും ഒരാപത്തം വരരുതെന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കുമോളെ. കാപട്യത്തിന്റെ മുഖംമൂടി അടിഞ്ഞിരിക്കുന്ന അബിയെയും അബിയുടെ അമ്മയായ ജലജയെയും ഒരിക്കലും മോള് വിശ്വസിക്കരുത്. അവരൊക്കെ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ കരുവാക്കുന്നത്. നിന്നെ മുന്നിൽ നിർത്തി അവരവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തോണ്ടിരിക്കുക എന്നുള്ളത് നീ ഇപ്പം മനസ്സിലാക്കണം. നിന്റെ കൂടെ നിൽക്കുന്ന പോലെ കാണിച്ച് അവസാനം നിന്നെ തന്നെ ചതിക്കാനായിരിക്കും അബിയുടെയും അതുപോലെ ആ ഡേവിഡിന്റെയൊക്കെ പ്ലാൻ. മനസ്സിലാക്കിയെടുത്തോളം അവരെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നല്ലതല്ല. അവരുടെ വളർച്ചയും അത് നേരായ മാർഗത്തിലൂടെയല്ല. പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതുപോലെ കള്ളക്കടത്ത് സ്വർണവും അങ്ങനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു തന്നെയാണ് അവർ ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് അവരെ മോളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് മോളുടെ കുഞ്ഞിനും ആപത്തായിരിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ഇതിന്റെ പിന്നിൽ ഡേവിഡ് മാത്രമല്ല, ഡേവിഡിനെ നിയന്ത്രിക്കുന്ന വേറൊരാളുണ്ട്. അവരെ കണ്ടുപിടിക്കുന്നതാണ് ആദർശന്റെ ലക്ഷ്യം. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നവ്യയുടെ മനസ്സിൽ കൊള്ളുകയാണ് കേട്ടോ. അബിയും അബിയുടെ അമ്മയൊക്കെ ഈ കാണിക്കുന്ന സ്നേഹം വെറും കള്ളസ്നേഹമാണോ? എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നോ? എല്ലാവരും കൂടെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുകയായിരുന്നോ? അതുപോലെ ഡേവിഡും അബിയും തമ്മിൽ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നോ എന്നുള്ള പല കാര്യങ്ങളും നവ്യയുടെ മനസ്സിൽ കൂടി വന്നു പോകുന്നുണ്ട്.
അബി ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ. ചന്തുമോളുടെ അച്ഛൻ അബി തന്നെ ആയിരിക്കുമോ? ആ DNA ടെസ്റ്റ് ഒക്കെ വെറും ഫേക്ക് ആയിരിക്കുമോ? അതുപോലെ തന്നെ എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി ആദർശേട്ടൻ ആ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുത്തത്? മുത്തശ്ശൻ പറയുന്ന പോലെ എല്ലാം തന്നെ പിന്നിൽ അബിയുടെ കൈകളുണ്ടെങ്കിൽ ഉറപ്പായും തന്റെ നിലനിൽപ്പിന് വേണ്ടി സാക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടി അനഘയെ കൊല്ലാൻ നോക്കിയതും അബി തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും നവ്യയുടെ മനസ്സിലുണ്ട്. നവ്യയുടെ മനസ്സിൽ കൂടി കടന്നുപോയ സംശയങ്ങളെല്ലാം തന്നെ മുത്തശ്ശനോട് ചോദിക്കാണ് കേട്ടോ നവ്യ. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, തീർച്ചയായും അനഘയെ കൊല്ലാൻ നോക്കി അവളെ ഈ അവസ്ഥയിലാക്കിയത് നിന്റെ ഭർത്താവ് അബി തന്നെയാണ്. ഇപ്പോഴും അനഘയുടെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി അബി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? ആ കുട്ടി ഇപ്പൊ സുഖം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുക. ഇന്നോ നാളെയോ ആ കുട്ടി എഴുന്നേറ്റ് വാ തുറന്ന് വർത്താനം പറയാൻ തുടങ്ങിയ അബിയുടെ എല്ലാ കളികളും പുറത്താകുമെന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് തന്നെ ഏഞ്ചുലർക്കാരുമായി ഒരു ബന്ധം സ്ഥാപിച്ച് അനഘയെ തന്നെ കൊല്ലാൻ നോക്കിയത്. നീ പറയുന്ന ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ നന്ദു അങ്ങോട്ടേക്ക് ചെന്നൊക്കെ നീ ഓർക്കുന്നില്ലേ? അനഘയെ കൊല്ലാനായി ഡേവിഡ് അയച്ച ഗുണ്ടകളെയൊക്കെ നന്ദു കൈയോടെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നന്ദു ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പോയത്. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് അനഘയെ ആദർശ നയനെയും കൂടി അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ അന്ന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ടേക്കും ആ കുട്ടിയുടെ ജീവന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഒരാളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒരു മനസാക്ഷിയും കൂടാതെ ചെയ്യാൻ നോക്കുന്നവരാണ് ഈ ഡേവിഡും ഏഞ്ചുലർക്കാരും. ആ കുട്ടിയുടെ എല്ലാ അസുഖങ്ങളും ഭേദമായി ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. എന്നാൽ അബി നേരെ തിരിച്ച അവളെ ഇല്ലാതാക്കിയാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെയുള്ള മാർഗവും സ്വീകരിക്കുന്നത്. അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിന്നെ നിന്റെ കുഞ്ഞിനെ വരെ അപായപ്പെടുത്താൻ അവൻ ഒരു മടിയും കാണിക്കില്ല. അത്രയും ദുഷ്ട മനസ്സിനുടമയാണ് അബി. അങ്ങനെ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നവ്യ സങ്കടപ്പെട്ട് കരയാട്ടോ. അവസാനം നവ്യയ്ക്ക് മുത്തശ്ശൻ പറയുന്നൊക്കെ വിശ്വസിക്കാതിരിക്കാനും കഴിഞ്ഞില്ല. കാരണം ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കിയാലും അതിലെല്ലാം അബി രക്ഷപ്പെടാനായിട്ട് ഓരോരോ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതായും അതുപോലെ അവൻ എന്നോട് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ളതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അബി ഇത്രയും നാളും എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് നവ്യ അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ ആകെ തകർന്നു പോവുകയാണ് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട്. അപ്പോൾ മുത്തശ്ശൻ നവ്യയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇതിന്റെ പേരും പറഞ്ഞ് നീ ഒരു അബദ്ധം കാണിക്കരുത്. കാരണം നീ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ അത്രയും നല്ലതെന്ന് ഓർത്തിരിക്കുന്നവനവൻ. അവന്റെ അമ്മയുടെയൊക്കെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. ഒരിടയ്ക്ക് നിന്നെ അവർക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ അവർ നിന്നെ ഇത്രയും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണമൊക്കെ ഈ പറഞ്ഞതൊക്കെയാണെന്നും പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, നാളെ അബി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാലും മോക്ക് ഒരാപത്തും ഉണ്ടാവില്ല. മോക്കും മോളുടെ കുഞ്ഞിനും ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. അതുപോലെ തന്നെ അബിക്കും ജലജയ്ക്കും അവകാശപ്പെട്ട എല്ലാം തന്നെ മോളുടെ പേരിലേക്ക് ഞാൻ എഴുതിത്തരും. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് മോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തൊന്നും വിഷമിക്കേണ്ട. മോൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അവനും അവൻ്റെ അമ്മയൊക്കെ ഏത് തരക്കാരാണെന്ന് മോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുക. അങ്ങനെ റൂമിൽ വിഷമിച്ച് വന്നിരിക്കുന്ന നവ്യയുടെ അടുത്തേക്ക് അബി വരികയാണ് കേട്ടോ. അബി വന്നിട്ട് നയനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നെന്നും പറഞ്ഞല്ലേ എന്നെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇപ്പൊ സ്വന്തം ചേച്ചിയെ തന്നെയാണ് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തേക്കുന്നത്. തെളിവ് സഹിതം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല. എന്തായാലും അവർ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം മോർത്തിസ് ജ്വല്ലറി ഇപ്പം താഴോട്ട് പോയെങ്കിലും ജ്വല്ലറിയുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവർ ഇതുപോലുള്ള കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ ഇറക്കിയത്. അത് പിടിക്കുകയും ചെയ്തു. എന്തായാലും എന്നെ കുറച്ച് ദിവസം ജയിലിൽ കിടത്തിയതല്ലേ, എങ്കിലും ഇവിടെ ഉള്ളവർക്കൊക്കെ വിഷമാവുള്ളൂ എന്നൊക്കെ അബി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പൊ നവ്യയുടെ മനസ്സിൽ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇളകി മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ അബി പറയുന്ന ഒന്നും തന്നെ നവ്യക്ക് അങ്ങോട്ടേക്ക് വലിയ രസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ നവ്യയുടെ മുഖഭാവമൊക്കെ കണ്ടുകൊണ്ട് തന്നെ അബി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യെ, നിനക്ക് എന്ത് പറ്റി? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്താ നയനയുടെ അവസ്ഥ ഓർത്തിട്ട് നിനക്ക് വിഷമാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചെറിയ വിഷമമുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ. പിന്നെ അവളിപ്പോൾ ഒരു അമ്മയാകാൻ പോവല്ലേ. ഈ സമയത്ത് അവൾ ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി വിഷമമുള്ള കാര്യമല്ലേ എന്നൊക്കെ നവ്യ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിഷമവും നീ കാണിക്കേണ്ട ആവശ്യമില്ല നവ്യെ. കാരണം എന്നെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കാൻ മെയിനും കാരണം ഇവർ തന്നെയല്ലേ. എൻ്റെ പേരിൽ എത്ര ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെന്ന് ആ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാ. ഇവിടെ എല്ലാവരും എന്നെ എങ്ങനെ കാണുന്നതെന്നും എനിക്ക് തരുന്ന എന്താന്നൊക്കെ ഉള്ളത് നിനക്കറിയാമല്ലോ. അല്ലറ ചില്ലറ തിരുമറിയൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും കുടുംബത്തിലുള്ളവരെ ഇത്രയും തരം താഴ്ത്തി സംസാരിക്കാനൊക്കെ നിന്റെ അനിയത്തിക്ക് നല്ല മിടുക്കാന്നൊക്കെ പറയാട്ടോ. അങ്ങനെ നവ്യനെ കുറ്റപ്പെടുത്തി തന്നെയാണ് അബി സംസാരിക്കുന്നത്. അബി പറയുന്നൊക്കെ കേട്ടിട്ട് നവ്യക്ക് ദേഷ്യം വന്നിട്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല അബി, ഈ കള്ളക്കടത്ത് സ്വർണത്തിന് പിന്നിലെ ജ്വല്ലറിക്കാരായിരിക്കുമോ? അല്ല, മൂർത്തിസ് ജ്വല്ലറി എത്ര പുറകോട്ട് പോയാലും ഒരിക്കൽ പോലും ഇതുപോലൊരു കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ട് അവർ സെയിൽ നടത്തിയിട്ടില്ലല്ലോ. ഇതിന്റെ പിന്നിൽ അവരുടെ പ്ലാനിങ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്,
അതെന്താ നവ്യ നീ ഇപ്പം അങ്ങനെ പറഞ്ഞത്? ഡേവിഡ് സാർ അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ അഥവാ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. കാരണം ഈ ആദർശ നയനെയൊക്കെ നമ്മളെ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്താൽ നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുമായിരുന്നോ? ഈ സമയത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബി. അപ്പോഴും നവ്യയുടെ മുഖത്തിന് ഒരു തെളിച്ചം വരുന്നില്ല കേട്ടോ. നവ്യ ആകെ സങ്കടത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം അബിയും ഡേവിഡും തമ്മിൽ നേരത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് മുത്തശ്ശൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അബിയോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ് നവ്യ. എന്നിട്ട് നവ്യ ആ കാര്യങ്ങളൊക്കെ അബിയോട് ചോദിക്കുമ്പോഴേക്കും അബി വീണടുത്ത് കിടന്ന് ഉരുളുന്ന പോലെയാണ് കേട്ടോ മറുപടി പറയുന്നത്. ഒന്നിനും വ്യക്തമായൊരു മറുപടിയില്ല. ആദർശൻ അന്ന് ദുബായി പോയപ്പോഴേക്കും അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ അയാൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ അബി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അബി എങ്ങനെയാണ് അറിഞ്ഞത്? അന്ന് അബിയെ സഹായിച്ചത് ആരാ? അബിക്ക് ഈ വിവരങ്ങളൊക്കെ ചോർത്തി തന്നത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. അപ്പോഴും അബി ഇങ്ങനെ വ്യക്തമായൊരു മറുപടി നവ്യക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മുംബൈയിൽ വെച്ചിട്ട് ആദർശേട്ടനെ ഉറക്കി കിടത്തിയതിൻ്റെ പിന്നിലും ഏഞ്ചലർക്കാരാണെന്നുള്ളത് നവ്യ അറിഞ്ഞായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ നവ്യയുടെ മനസ്സിൽ എന്തോ ഒരു സംശയം ഉണ്ടെന്നൊക്കെ ഉള്ളത് അബി മനസ്സിലാക്കുകയാണ് കേട്ടോ. അവസാനം നവ്യനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അബി പിന്നെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അനഘയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു തുനിഞ്ഞിറങ്ങിയായിരുന്നല്ലോ. ആ സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടാണ് അന്ന് ആ അറസ്റ്റ് ഒഴിവാക്കിയത്. അല്ലെങ്കിൽ തന്നെ ഡേവിഡ് സാറിനെ പോലെ ഒരാൾ എന്തിനാ അനഘയെ കൊല്ലണം? അവിടെ അബിയെ രക്ഷിക്കാനാണോ ഇവർ നോക്കുന്നത് എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട്. എന്തായാലും നാളെ ഡേവിഡ് സാറിനെ ഒന്ന് പോയി കാണണം. ഈ സംശയങ്ങളൊക്കെ ഡേവിഡ് സാറിനോട് തന്നെ ചോദിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ് നവ്യ. അപ്പോൾ നവ്യ ഉറങ്ങി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ അബി പതിയെ ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലോട്ട് പോയി കേട്ടോ. ഡേവിഡ് സാറിനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അറിയിക്കാനായിട്ടാണ് പോകുന്നത്. നവ്യയോട് ആരോ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും നവ്യയുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടെന്നും അതൊക്കെ എനിക്ക് ദോഷം ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി നമ്മുടെ അബിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അബി പതിയെ ബാൽക്കണിയിലേക്ക് പോയിട്ട് ഡേവിഡിനെ വിളിച്ച് ഡേവിഡിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അബി എന്തിനാ പുറത്ത് പോകുന്നതെന്നും അബി ആരോട് സംസാരിക്കാനാണ് പോയെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ നവ്യയും പിന്നാലെ പോകുന്നുണ്ട്. ഒരു അബി കാണാതെ തന്നെ അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് അബിയും ഡേവിഡും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നവ്യ കേട്ടോണ്ടിരിക്കുകയാണ്. ആദർശിനെ നയനയും കൊടുക്കാനായിട്ട് കള്ളക്കടത്ത് സ്വർണം അവർ സഞ്ചരിച്ച വാഹനത്തിൽ വെച്ചത് ഏഞ്ചലർക്കാരാന്നൊക്കെയുള്ളത് നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നവ്യ അബിയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ അബി ഡേവിഡിനോട് പറയുക കേട്ടോ. അനഘയെ കൊല്ലാനായിട്ട് അന്ന് ഗുണ്ടകളെ അയച്ചിട്ട് ആ ശ്രമം നടക്കാതെ പോയില്ലേ? അപ്പോൾ നന്ദു അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്തിനാണെന്നും അനഘയെ കൊല്ലാൻ ഡേവിഡ് സാർ എന്തിനാണ് ഗുണ്ടകളെ അയച്ചതെന്നും അതുവഴി ആരെ രക്ഷിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അബിയോട് ഡേവിഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നവ്യയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ നവ്യനെ അങ്ങ് തട്ടിക്കളയാന്നാണ് പറയുന്നത്. പക്ഷെ അത് നവ്യ കേൾക്കുന്നില്ല. അപ്പോൾ ഡേവിഡ് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് അബി പറയുന്നുണ്ട്, ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇപ്പം നമ്മൾ അതിന് മുതിരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതുപോലെ അനഘയെ ചതിച്ചതിന് പിന്നിലും ഞാനാണോ എന്നൊക്കെ അവൾക്ക് സംശയമുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അവൾക്കൊരു വിചാരമുണ്ട് അവൾ പറഞ്ഞിട്ട് എല്ലാം നടക്കുന്നതെന്ന്. എന്നാൽ അവളെ നമ്മളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുപോലെ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലും ഇനി അത് വിഷയമൊന്നുമില്ല. കാരണം അവൾ ഇനി ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. സ്വന്തം അമ്മ പറഞ്ഞിട്ട് പോലും അവൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഇനി ആരതേക്കുറിച്ച് പറഞ്ഞാലും അവൾ അതൊന്നും കാര്യമാക്കി എടുക്കില്ല. ഇപ്പം സ്വന്തം അനിയത്തിക്കും ഭർത്താവിനും ഇങ്ങനൊരു തിരിച്ചടി കിട്ടിയതിൻ്റെ സന്തോഷം അവളുടെ മനസ്സിലുണ്ട്. എന്നാലും അവളുടെ മനസ്സിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നവ്യ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അവൾക്ക് ചെറിയ രീതിക്ക് ഒരു സംശയം തോന്നിയാൽ പോലും അവൾ അതിൻ്റെ പിന്നാലെ അന്വേഷണം തുടങ്ങും. പിന്നെ അത് കൊണ്ടെത്തിക്കുന്നത് നമ്മളിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാമെന്നൊക്കെ അബി പറയുന്നുണ്ട്. അങ്ങനെ അബിയും ഡേവിഡും തമ്മിൽ ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്ന എല്ലാം തന്നെ നവ്യ കേൾക്കാനിടയാകുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും അമ്മ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും. അത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് നവ്യ. അപ്പോൾ നവ്യ മനസ്സിലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. തന്നെ ചതിച്ചവരൊന്നും വെറുതെ വിടില്ല എന്നും ഇനി അവരെ തകർക്കാതെ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. തന്നെ ഇത്രയും നാളും ഒരു കളിപ്പാട്ടത്തെ പോലെ ഇട്ട് വട്ട് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് അബി ഒന്നും അറിയാത്ത പോലെ തന്നെ റൂമിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. അബി നല്ല ഉറക്കത്തിലായിട്ടും നവ്യയ്ക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല കേട്ടോ. നവീനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അബിയും ഡേവിഡും തമ്മിലുള്ള ഫോൺ കോൾസിന്റെ റെക്കോർഡിങ്സ് ഒക്കെ എടുത്ത ഈ കള്ളക്കടത്ത് സ്വർണത്തിന്റെ പിന്നിൽ ആദർശേട്ടനെയും നയനെയും കൊടുക്കാനായിട്ട് ഏഞ്ചലർക്കാർ തന്നെയാണ് കളിച്ചെന്നൊക്കെയുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നവ്യ തന്നെ പറയുകയാണ്. അതുപോലെ നവ്യയ്ക്ക് അറിയാവുന്ന ജ്വല്ലറിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നവീനോട് പറയുന്നുണ്ട്. താൻ സത്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് വൈകിപ്പോയെന്നും ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും
എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ചതിച്ചവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ നല്ലൊരു പാഠം ഞാൻ പഠിപ്പിക്കും. ഒരു പ്രയാസവും കൂടാതെ തന്നെ നയനെ കോടതിയിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യുന്നുണ്ട്. നയനെ കുറ്റക്കാരിയല്ല എന്നുള്ളത് കോടതിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാവുകയും ചെയ്യാം കേട്ടോ. കാരണം എല്ലാ കോൾ റെക്കോർഡിങ്സും നമ്മുടെ കോടതി പരിശോധിക്കുന്നുണ്ട്. അതിൽ നയനെയും ആദർശിനെയും ചതിക്കാൻ വേണ്ടിയിട്ട് എൻ ജ്വല്ലറിക്കാർ ഇങ്ങനെ ഒരു ട്രാപ്പ്, എൻ ജ്വല്ലറിക്കാർ നടത്തിയ ട്രാപ്പാണെന്നും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ടാണ് ഇത്രയും വിലക്കുറവിലും പണിക്കൂലിയൊന്നുമില്ലാതെ സ്വർണം വിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് ഒക്കെ നൽകി കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുകയാണെന്നും അവരുടെ നിലനിൽപ്പിനായിട്ട് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെയൊക്കെ തകർക്കാനാണ് അവർ നോക്കുന്നതെന്നും അങ്ങനെ പല കാരണങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെ എൻ ജ്വല്ലറിയെ തകർത്തെറിയാൻ നോക്കുകയാണ് നവി. അങ്ങനെ എൻ ജ്വല്ലറിയിൽ ഇത്രയും വലിയ അഴിമതികളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുമ്പോഴേക്കും എൻ ജ്വല്ലറിയുടെ MD അറസ്റ്റ് ചെയ്യാനും അവരുടെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനും അതുപോലെ തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കാനും പറയുന്നുണ്ട് ജഡ്ജി. അങ്ങനെ ആദർശിനെ നയനെയും കള്ളക്കടത്ത് സ്വർണത്തിന്റെ പേരിൽ അകത്താക്കി അനന്തമൂർത്തിയും കുടുംബത്തെയും താറടിക്കാൻ കാത്തിരുന്ന എൻ ജ്വല്ലറിക്ക് തന്നെയാണ് ഇവിടെ തിരിച്ചടി കിട്ടിയത്. ഇവിടെ ഇപ്പോൾ അന്വേഷണം നേരെ അവരുടെ ജ്വല്ലറിയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. എൻ ജ്വല്ലറിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുകയും അവിടെയുള്ള എല്ലാ ആഭരണങ്ങളും കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും കൃത്രിമം കാണിക്കുന്നുണ്ടെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് കണ്ടെടുക്കുകയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണം കണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ നടത്തിയ എല്ലാ കൊലപാതകങ്ങളും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം തന്നെ തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എൻ ജ്വല്ലറിക്ക് വേണ്ടി ചാരപ്പണി നടത്തിയിരുന്ന അവന്തികയും നന്ദു പൊക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് വേണ്ട രീതിക്കൊന്ന് പെരുമാറിയപ്പോഴേക്കും താൻ താൽക്കാലിക MD മാത്രമാണെന്നും എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ സ്ഥാപകൻ നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന നാഗേന്ദ്രൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ദുബായിലേക്ക് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അതിസാഹസികമായി തന്നെ നന്ദുവും കൂട്ടരും നാഗേന്ദ്രനെ പിടികൂടുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ മുത്തശ്ശനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു നാടകം കളിച്ചതെന്നും ഇതുപോലെ എല്ലാവരുടെയും ജീവിതം തകർക്കാൻ നോക്കിയുള്ളത് അറിയുന്നുണ്ട്. ഇതുപോലൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് അയാൾ കാണിച്ചു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരവും എല്ലാ കൊലപാതകങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം തന്നെ വെളിച്ചത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ നാഗേന്ദ്രനാണ് എല്ലാത്തിനും കാരണമെന്ന് അവർ തിരിച്ചറിയുക കേട്ടോ. ഇതേ സമയത്ത് നവ്യയും അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശ ഇവനെ പിടിച്ച് ജയിലിലിടണം. ഇവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണരുത്. എന്നെ പോലെ എത്ര പെൺകുട്ടികളാണ് ഇവൻ ചതിച്ചത്. അതുകൊണ്ട് ഇവൻ ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പാടില്ല. ഇവനെ പോലുള്ള ക്രിമിനലുകളൊക്കെ ഇനി ജയിലിലാണ് പോയി കിടക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ നാഗേന്ദ്രനെയും ഡേവിഡിനെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില് അബിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്നേഹം നടിച്ച് ചതിച്ച അവന്തികയും അതുപോലെ ജലജയൊക്കെ മുത്തച്ഛൻ ആ തറവാട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ നയനെയും കൂട്ടി ആദർശ് തിരിച്ച് അനന്തപുരിയിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്